ഗാനഗന്ധർവൻ സാക്ഷാൽ യേശുദാസ് സാറാണ്. അപ്പോൾ തരങ്കിണി ആ പാട്ട് സെലക്ട് ചെയ്തു. ഈ ഡിസംബർ 6, 7, 8 തീയതികളിലാണ് ചെന്നൈയിൽ വെച്ചാണ് റെക്കോർഡിങ്. ഹല്ലേലൂയ. ഒരു ഗായകനെ അല്ലെങ്കിൽ ഒരു രചയിതാവിനെ ഒക്കെ സംബന്ധിച്ച് ഏറ്റവും വളരെ സന്തോഷമുണരുന്ന ഒരു കാര്യമാണ് ഈ ഗാനഗന്ധർവൻ ദാസാർ ഒരു പാട്ടൊക്കെ പാടുക എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ 6 പാട്ട് എനിക്ക് പാടാൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അവിടുന്ന് രോഹിത് എന്ന് പറയുന്ന അദ്ദേഹത്തെ മാനേജറിനെ വിളിച്ചിട്ട് പറഞ്ഞു, 6, 7, 8 ചെന്നൈയിൽ റെക്കോർഡിംഗ് ആണ്, ലഭിച്ച വരണം, സാർ പാടുകയാന്ന് പറഞ്ഞു. എന്റെ ഹൃദയം തുടികൊട്ടി. കാരണം എന്താ, നിസ്സാര കാര്യമാണ് ഒരു 2-3 ദിവസം ഇങ്ങനെ സാറിന്റെ കൂടെയൊക്കെ ആയിരിക്കാന്, അല്ലെങ്കിൽ ആ പാട്ടൊക്കെ അതൊക്കെ റെക്കോർഡ് ചെയ്യാന് ആയിരിക്കുന്നത് വലിയൊരു, മറ്റു ഗായകരെ പോലെ അല്ലല്ലോ ഇത്, ഒരു പ്രത്യേകമായ കാര്യമാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ സന്തോഷിച്ചിരിക്കുക. പെട്ടെന്ന് ഞാൻ ഡയറി നോക്കി, ഞാൻ ഞെട്ടിപ്പോയി. എന്നറിയാമോ, ഡിസംബർ 6, 7, 8 നമ്മുടെ ദുബായ് സെന്റ് മേരീസ് പള്ളിയില് നമ്മുടെ പാമ്പളാനി അന്ന് അച്ഛൻ പിതാവ് മെത്ര പദവിയിലേക്ക് ആയിട്ടില്ല, അന്ന് പാമ്പളാനി അച്ഛൻ ആയിട്ട് ഇരിക്കുന്നു. അപ്പൊ അച്ഛൻ ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ചിരിക്കുക. അപ്പൊ അവിടെ തിയോളജി, അപ്പൊ നമ്മുടെ ഈ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പ്രോഗ്രാമാണ്. അത് അവിടെ വെച്ച് അവിടുത്തെ UAE അംഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി ബഹുമാനപ്പെട്ട പാമ്പളാനി അച്ഛനും ഒപ്പം നമ്മുടെ കൊച്ചിക്കാരോട്ട് അച്ഛനും ഒക്കെ ഉണ്ട്, തോമസ് അച്ഛൻ. അപ്പൊ അവരുടെ കൂടെ 6, 7, 8 അവിടെ, ഇവിടെ റെക്കോർഡിങ്, അവിടെ ശുശ്രൂഷ. ഏതിനു പോകും? ഹല്ലേലൂയ. ഒരു എളിയ കലാകാരൻ എന്ന നിലയിൽ നമ്മുടെ ഹൃദയം തുടി കൊട്ടുന്നത് ഈ പാട്ട്. അതും പിന്നീട് അവസരം കിട്ടി, ദാസേട്ടന്റെ അവസരം കിട്ടിയല്ല, കാരണം അത് കിട്ടിയ ചാൻസ് ആണ്. അതിനു പോണു. ഇതാണെങ്കിൽ പാമ്പളാനിച്ചനെ വിളിച്ചിരിക്കുന്നത്, ഇവിടെയാണെങ്കിൽ കുഴപ്പമില്ല, ആരെയും ഏൽപ്പിക്കാം. പക്ഷെ ഇത് ദുബായിക്ക് നമ്മൾ ഏറ്റിരിക്കുന്ന കാര്യമാണ്. ഏത് പോകും?